എല്ലാവർക്കും നമസ്കാരം. സൈന നീറ്റ് പി ജി കൗൺസിലിങ്ങിൻ്റെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം സംസാരിക്കുന്ന ഞാൻ ഡോക്ടർ അമൃത. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് കൗൺസിലിംഗ് നീറ്റ് പി ജി 2025ൻ്റെ ഫുൾ കംപ്ലീറ്റ് ഇൻഫോർമേഷനെ പറ്റിയിട്ടാണ്. അതിനു മുൻപ് തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എനിക്കറിയാം എല്ലാവരും നോട്ടിഫിക്കേഷനൊക്കെ വന്നത് കണ്ടു. ഇപ്പം ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പം അതിനു മുൻപ് നമുക്ക് എല്ലാത്തിനും പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്ന് സൈനയുടെ ഒരുക്കിയിരിക്കുന്നത്. അതായത് നമ്മളിവിടെ എലിജിബിലിറ്റീനെ പറ്റി, ആപ്ലിക്കേഷൻ ഫോമിനെ പറ്റി, സർട്ടിഫിക്കറ്റ്സ്, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യാനുള്ളത് എന്നതെല്ലാം വളരെ ഡീറ്റെയിലിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, കൗൺസിലിംഗ് റൂൾസ്, അപ്ഗ്രഡേഷൻ, ഇൻ ആൻഡ് ഔട്ട്, കൗൺസിലിങ്ങിനെ പറ്റി എല്ലാം അത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ കേരളയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം അല്ലേ? കേരളയുടെ സീറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? കൗൺസിലിംഗ് മെയിൻലി ഇറ്റ്സ് എ കമ്പൈൻഡ് കൗൺസിലിംഗ് ആണ്. അതായത് കേരളയിലുള്ള ഗവൺമെൻറ് സീറ്റുകൾക്കും കേരളയിലുള്ള പ്രൈവറ്റ് സീറ്റുകൾക്കും ഒരുമിച്ച് തന്നെയാണ് ആ കൗൺസിലിംഗ് നടക്കുന്നത്. പിന്നെ കേരളയ്ക്കുള്ളത് എന്താണ്? ക്ലോസ്ഡ് സീറ്റാണ് അല്ലേ? അതായത് ക്ലോസ്ഡ് സ്റ്റേറ്റ് എന്നാണ്. അതായത് പുറത്തു നിന്നുള്ള ഒരാൾ, പുറത്ത് ഏത് സംസ്ഥാനം ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ കർണാടകയിൽ നിന്നാണെന്ന് വെച്ചോ, അപ്പോൾ കർണാടകയിൽ നിന്നുള്ള ഒരാൾ കേരളത്തിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ കേരള കൗൺസിലിങ്ങിൽ സാധ്യമല്ല. അപ്പം മെയിൻലി കേരളയിലുള്ള കുട്ടികൾക്ക്, കേരളയിലുള്ള കാൻഡിഡേറ്റ്സിനാണ് കേരള കൗൺസിലിംഗ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, സർട്ടൻ എലിജിബിലിറ്റീസ് ഉണ്ട്. അതെല്ലാം നമുക്കിനി വരെ മനസ്സിലാവും. ആ എലിജിബിളിൽ ഉൾപ്പെടുന്നവരെ മാത്രമേ കേരള കൗൺസിലിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി പറ്റത്തുള്ളൂ. അതായത് ഒരൊറ്റ ലൈനിൽ മനസ്സിലാക്കാനുള്ളത്, കേരള ഈസ് എ ക്ലോസ്ഡ് സ്റ്റേറ്റ്. അതായത് പുറത്തു നിന്നുമുള്ള, കേരളത്തിൻ്റെ സംസ്ഥാനത്ത് നിന്ന് പുറത്തു നിന്നുള്ള ഒരാൾക്ക് കേരളത്തിലെ കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം സഡൻ എലിജിബിലിറ്റി ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഉൾപ്പെടുന്നവർ മാത്രമേ കേരള സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ പങ്കെടുക്കാനായി സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിലാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാനായി പോകുന്നത്. അപ്പോൾ ഒന്ന് നോക്കിയാലോ വീഡിയോ ഒന്ന്? അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ദ സ്റ്റേറ്റ് കേരള പി ജി മെഡിക്കൽ കൗൺസിലിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നോക്കിക്കേ, 50% സീറ്റുകൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലുള്ള കേരളയിലുള്ളത് എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും? നമ്മുടെ സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ ഉണ്ട്. അതുപോലെ തന്നെ 100% സീറ്റ് പ്രൈവറ്റ് നോൺ മൈനോറിറ്റി മെഡിക്കൽ കോളേജ് ഇൻ കേരളയിലും സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ 100% സീറ്റ് നോൺ മൈനോറിറ്റി കഴിഞ്ഞു, മൈനോറിറ്റി മെഡിക്കൽ കോളേജുകളിൽ കേരളയിലും ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇത് ഉദ്ദേശിക്കുന്ന പ്രൈവറ്റ് എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജാണ്. അതേസമയം നമ്മുടെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ, അമൃത എന്ന് പറയുന്നത് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അമൃതയിലെ കൗൺസിലിംഗ് എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി. അപ്പോൾ അമൃതയിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അമൃതയിലെ ഡീംഡ് സീറ്റ്സ് നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കേരള സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ അമൃതയ്ക്ക് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അമൃതയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴിയാണ് അമൃതയുടെ അഡ്മിഷൻ നടക്കുന്നത്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നീറ്റ് പി ജി പെർസെൻറ്റൈൽ ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് മിക്കവർക്കും അറിയാത്തൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ സ്കോർ കാർഡിൽ ഒരു പെർസെൻറ്റൈൽ കണ്ടില്ലേ, ഒ ബി സിക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ? അതുപോലെയല്ല, കേരളയുടേതായ പെർസെൻറ്റൈലുണ്ട്. ആ പെർസെൻറ്റൈൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കേരള സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ അത് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഇവിടെ നോക്കിക്കേ, SC ST SC BC ആൻഡ് PWDക്ക് 40% ആവശ്യം. നോക്കിക്കേ, ഈ PWDയിൽ നമ്മുടെ SC PWD, ST PWD, SC BC PWD ഒക്കെ വരും. പിന്നെ നോക്കിക്കേ, അതേസമയം ജനറൽ PWD, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ PWDക്ക് 45% കേരളയുടെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. അതേസമയം ജനറൽ ആൻഡ് ഓർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 50%. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലെ അത് സ്റ്റേറ്റും ഉണ്ട് സെൻട്രലും ഉണ്ട്, അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് SC BC ഉണ്ട്, സെൻട്രൽ OBC ഉണ്ട്, അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചോളണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കേരളയ്ക്കാണെങ്കിൽ കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ
പേർപ്പസ് എന്നാണ് കൊടുക്കേണ്ട. ഓൾ ഇന്ത്യ ആണെങ്കിൽ എന്താണ്? സെൻട്രൽ എഡ്യൂക്കേഷണൽ പേർപ്പസ്. ഇത് ശ്രദ്ധിച്ചോളണം. എംപ്ലോയ്മെൻറ്റ് അല്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലേ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണേ. അടുത്ത് നമ്മൾ നോക്കുന്നതാണ് എലിജിബിലിറ്റി ഫോർ ദ സ്റ്റേറ്റ്സ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നോക്കിയാലോ, കേരളയുടെ സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ സർട്ടൺ എലിജിബിലിറ്റി വേണം. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺ ഓഫ് കേരള ഒറിജിൻ വിത്ത് MBBS ഡിഗ്രി റെക്കഗ്നൈസ്ഡ് ബൈ MCA. അപ്പോൾ MCA റെക്കഗ്നൈസ് ചെയ്യുന്ന MBBS ഡിഗ്രി നിങ്ങളുടെ കയ്യിലുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്, കേരളത്തിൽ ജനിച്ചവരാണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഈ കേരള ഒറിജിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വദേശം കേരളമാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ പാരൻസ് രക്ഷിതാക്കൾ കേരളത്തിലാണ് ജനിച്ചതെങ്കിലും നിങ്ങൾക്ക് കേരള സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ പങ്കെടുക്കാം. കാരണം നമ്മളുടെ എലിജിബിലിറ്റി 1 നിങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം നോക്കിക്കേ, കാറ്റഗറി 2 നോക്കണേ. അതായത് കാറ്റഗറി 1 ഉൾപ്പെടുന്നുണ്ട്. കാറ്റഗറി 2 എന്താണ് നമുക്ക് നോക്കിയാലോ. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് കംപ്ലീറ്റഡ് MBBS ഫ്രം എനി മെഡിക്കൽ കോളേജ് അതായത് നിങ്ങൾ MBBS നിങ്ങൾ എവിടെ പഠിച്ചാലും ശരി, എവിടെ, അതായത് നമ്മുടെ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജിൽ നിങ്ങൾ എവിടെ പഠിച്ചാലും, അതേസമയം നിങ്ങളുടെ സ്വദേശം ചിലപ്പോൾ കേരളത്തിന് പുറത്തായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ വെസ്റ്റ് ബംഗാളിലോ അല്ലെങ്കിൽ കർണാടകയിലോ ഒക്കെ ഉള്ളവരായിരിക്കാം. പക്ഷെ നിങ്ങൾ MBBS പഠിച്ചത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ എന്താണ്, നിങ്ങളെയും കേരള സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ വരുന്നത് കാറ്റഗറി 2 അപ്പോൾ കാറ്റഗറി 2 സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നോൺ കേരള സർവീസ് കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അതായത് നോൺ കേരളൈറ്റ്സ് ആണ് നിങ്ങൾ, പിന്നെ നമ്മുടെ കേരളയുടെ ഗവൺമെൻറ് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും എന്താണ്, നിങ്ങളും നമ്മുടെ കേരളത്തിലെ സർവീസ് കോട്ട സീറ്റ്സിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് റിസർവേഷനെ പറ്റിയിട്ടാണ്. ഈ റിസർവേഷൻ മെയിൻലി നമ്മുടെ കേരളൈറ്റ്സിനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണം. ഇവിടെ നോക്കിക്കുക, കാറ്റഗറി വൈസ് റിസർവേഷനെ. അപ്പോൾ കേരള ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളതാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത്. ഇവിടെ നോക്കിക്കേ, എക്കണോമിക്കലി വീക്കർ സെക്ഷന് 10% റിസർവേഷനാണ് ഉള്ളത്. അതേസമയം SCBC എന്ന് പറയുമ്പോൾ സോഷ്യലി എക്കണോമിക്കലി ബാക്ക്വേർഡ് കാറ്റഗറി, അവർക്കെന്ന് പറയുമ്പോൾ 27% കേരള സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ റിസർവേഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കിയാലോ. ഈഴവയ്ക്ക് നോക്കിക്കേ 8%, അതേസമയം മുസ്ലിമിന് 7%. അതുപോലെ നോക്കൂ, അത് ബാക്ക്വേർഡ് ഹിന്ദു BH കാറ്റഗറിക്ക് 7%. അങ്ങനെ 27% SCBCക്കുള്ള റിസർവേഷൻ ഉള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, SCBC ആണെന്ന് തെളിയിക്കണമെങ്കിൽ NCL നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ NCL സർട്ടിഫിക്കറ്റ് മെയിലി നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ നോക്കിക്കേ, അടുത്തത് കണ്ടോ, SC STക്ക് കണ്ടോ റിസർവേഷൻ. SCക്ക് വന്നിട്ട് 8%, STക്ക് വന്നിട്ട് 2%. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് SC ST റിസർവേഷൻ സർട്ടിഫിക്കറ്റ് തഹസീൽദാറിൽ നിന്നാണ് സ്വീകരിക്കാനായി ഉള്ളത്. പിന്നെ നോക്കിക്കേ, എക്സ് സർവീസ് മെൻ റിസർവേഷൻ കണ്ടോ, 1 സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡിപ്പെൻഡൻ്റ് ഓഫ് ജവാൻ കിൽഡ് ഇൻ ആക്ഷനും 1 സീറ്റ് ഉണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ 1 സീറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഓരോ വർഷവും ഷഫിൾ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സീറ്റ് മെട്രിക്സ് വരുമ്പോഴേ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ഷഫ്ലിംഗ് കാരണം അവരുടെ ഏതിലാണെന്നുള്ളത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുകൊണ്ട് എന്തായാലും സീറ്റ് മെട്രിക്സ് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ അടുത്തൊന്ന് നോക്കിക്കേ, ഇൻ സർവീസ് റിസർവേഷനാണ്. ഇൻ സർവീസ് റിസർവേഷൻ, അതിന് മുൻപ് എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ നോക്കൂ, എക്സ് സർവീസ് മെൻ ഞാൻ പറഞ്ഞില്ലേ 1 സീറ്റ് ഉണ്ടെന്ന്. ഇഫ് ഇൻ കേസ് എക്സ് സർവീസ് മെന്നിൽ അങ്ങനെ വരാറില്ല, എന്നാലും ഒരു പക്ഷേ ആരും വന്നില്ല എന്ന് വെച്ചോ, കാൻഡിഡേറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ സീറ്റ് കൺവേർട്ട് ചെയ്തിട്ട് മെറിറ്റ് സീറ്റായിട്ട് പോകും. അതേസമയം നോക്കിക്കേ, ഡിപ്പെൻഡൻ്റ് ഓഫ് ജവാൻ കിൽഡ് ഇൻ ആക്ഷനിൽ 1 സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഇൻ കേസ് ആ സീറ്റിൽ ആരും വന്നില്ല എന്ന് വെച്ചോളൂ, അങ്ങനെയാണെങ്കിൽ ആ സീറ്റ് കൺവേർട്ട് ചെയ്തിട്ട് ഡിപ്പെൻഡൻ്റ് ഓഫ് എക്സ് സർവീസ് മെന്നിനായിട്ട് പോകുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നതാണ് റിസർവേഷൻസ് ഇൻക്ലൂഡിങ് PWD. അപ്പോൾ ഈ റിസർവേഷൻ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസർവേഷൻ കേരള ഒറിജിൻ കാൻഡിഡേറ്റ്സ്, കേരളത്തിൽ ജനിച്ച കേരള ഒറിജിൻ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ഓർത്ത് വെച്ചോളണം. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, PWD കാൻഡിഡേറ്റ്സിനുള്ളത്
5% ഹൊറിസോണ്ടൽ റിസർവേഷൻ ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇപ്പം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായി വരുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് നോക്കിക്കേ, സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ സർട്ടിഫൈങ് അതോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ MCC ഡിഫൈൻഡ് 16 അതോറിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ അതോറിറ്റീസിൽ നിന്ന് നമുക്ക് ആപ്ലിക്കേഷൻ സ്വീകരിക്കാം. അതിനുശേഷം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നോട്ടിഫിക്കേഷൻ എല്ലാം ശ്രദ്ധിച്ചോളണം. അതിനുശേഷം നിങ്ങൾ സ്റ്റേറ്റ് ബോർഡിൽ പോവും. സ്റ്റേറ്റ് ബോർഡിൽ പോയിട്ട് അവർ PWD കാൻഡിഡേറ്റ്സിന് എന്താ നോക്കുന്നത്, സ്യൂട്ടബിലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സ് ആണ് നോക്കുന്നത്. അതായത് സ്യൂട്ടബിലിറ്റി എന്ന് പറയുമ്പം നിങ്ങൾ ഇപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിക്കലി എങ്ങനെയാണ്, നിങ്ങളുടെ ആ ജോബ് റെസ്പോൺസിബിലിറ്റി, അപ്പം സർട്ടൻ ബ്രാഞ്ചസിൽ നമ്മുടെ കോഴ്സസിൽ സർട്ടൻ നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഫിസിക്കലി എങ്ങനെയാണ്, അതൊക്കെ നോക്കിയിട്ടാണ് അവരെന്താണ് സ്യൂട്ടബിലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സ് ആണ് നോക്കി നിർണ്ണയിക്കുന്നത്. അപ്പോൾ അതേസമയം അത് നിങ്ങളെ കൊണ്ട് ആ ഒരു ഇത് നോക്കുമ്പോൾ അതിൽ പറ്റുന്നില്ല എന്നുണ്ട്, അതിലെന്തെങ്കിലും സ്യൂട്ടബിലിറ്റിയിൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, നേരത്തെ കഴിഞ്ഞ വർഷം വരെ എങ്ങനെയെന്ന് വെച്ചാൽ പേഴ്സൻറ്റേജിൻ്റെ ബേസിസിലായിരുന്നു. അങ്ങനെ അവർ നോക്കും ഓരോ കാൻഡിഡേറ്റ്സിന് എത്ര ലൈക്ക് ഫിസിക്കലി ഡിസബിലിറ്റിയുടെ എല്ലാം പേഴ്സൻറ്റേജ് ഇട്ടായിരുന്നു പോയത്. അപ്പോൾ കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു. പക്ഷേ ഈ വർഷം ആ ഒരു ഇത് ക്രൈറ്റീരിയ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് സുപ്രീം കോർട്ടിൻ്റെ ഒക്ടോബർ 24 ആ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം പേഴ്സൻറ്റേജിൻ്റെ ബേസിസിലല്ല PWD കാൻഡിഡേറ്റ്സിനെ നോക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എന്താണ് സ്യൂട്ടബിലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സ് ടു സ്റ്റഡി എ പെർട്ടിക്കുലർ കോഴ്സ് അപ്ലൈഡ് ബൈ ഹിം ഓർ ഹർ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി നമ്മൾ നോക്കുന്നതാണ് കാറ്റഗറീസ്. അപ്പോൾ കാറ്റഗറീസിൽ നോക്കിക്കേ, ക്രിസ്ത്യൻ മൈനോറിറ്റി ഉണ്ട്, മുസ്ലിം മൈനോറിറ്റി ഉണ്ട്. അതുപോലെ തന്നെ NRIക്കാണെങ്കിൽ NRI ക്രിസ്ത്യൻ മൈനോറിറ്റി ഉണ്ട്, NRI മുസ്ലിം മൈനോറിറ്റി ഉണ്ട്. ഈ മൈനോറിറ്റി എന്ന് പറഞ്ഞില്ലേ, അത് നമ്മുടെ ട്രാവൻകൂർ മെഡിക്കൽ കോളേജിലെ ട്രാവൻകൂർ അസീസിയ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇതിന് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. ഈ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് റവന്യൂ അതോറിറ്റിയിൽ നിന്നും സ്വീകരിക്കാവുന്നതാണ്. പിന്നെ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നിങ്ങൾക്ക് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് റവന്യൂന്ന് സ്വീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഇപ്പം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അല്ലേ. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് സീറ്റിൽ റിസർവേഷൻ ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണെങ്കിൽ 7% റിസർവേഷൻ കിട്ടുമെന്ന്. ആ റിസർവേഷന് നിങ്ങൾക്ക് കിട്ടും. അതേസമയം നിങ്ങൾക്ക് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ക്രിസ്ത്യൻ മൈനോറിറ്റി, NRI മൈനോറിറ്റി, ഇപ്പോൾ NRI ചൂസ് ചെയ്യുകയാണെങ്കിൽ NRI മൈനോറിറ്റി, അതിലേത് വരും, മുസ്ലിം മൈനോറിറ്റി വരും. അപ്പോൾ ആ മുസ്ലിം മൈനോറിറ്റിയിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പം ഇതൊരു സുവർണ അവസരമാണ് സത്യത്തിൽ. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക, മൈനോറിറ്റി കോട്ടയില്ലേ, അത് മൈനോറിറ്റി കോട്ട നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് റവന്യൂ അതോറിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് കരസ്ഥമാക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് NCLൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് സീറ്റിലുള്ള മുസ്ലിം 7% സീറ്റില്ലേ, അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായി പറ്റും. അതായത് നിങ്ങൾക്ക് മുസ്ലിം മൈനോറിറ്റി, ഇപ്പം അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് നോൺ മുസ്ലിം മൈനോറിറ്റി സീറ്റ്, ക്രിസ്ത്യൻ മൈനോറിറ്റി, അതിലും നിങ്ങൾക്ക് പങ്കെടുക്കാനായി പറ്റുന്നതാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ളത്, മൈനോറിറ്റി സീറ്റ്സ്, അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ മൈനോറിറ്റി സീറ്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യണം, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം റവന്യൂ ഓഫീസിൽ നിന്ന് കരസ്ഥമാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമുക്ക് കേരളത്തിലെ NRIക്ക് ഓപ്പൺ സീറ്റ് ഇല്ല, ഓപ്പൺ സീറ്റേ ഇല്ല. അതായത് കേരളത്തിലുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ NRI സീറ്റൊക്കെ വരുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത് നമ്മൾ നോക്കുന്നതാണ് ഇൻ സർവീസ് റിസർവേഷൻ. ഇൻ സർവീസുകാർക്കാണ്, അതായത് ഗവൺമെൻറ്റിൽ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് സീറ്റിലുള്ള റിസർവേഷനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇൻ സർവീസ് കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ 10% സീറ്റാണ് കേരള സ്റ്റേറ്റ് കോട്ടയിൽ ഇൻ സർവീസ് കാൻഡിഡേറ്റ്സിനായി
ഉള്ളത്, 10%. പിന്നെ അത് മാത്രമല്ല, ഇൻസെൻറ്റീവ്സ് കിട്ടേ അപ് ടു 30% മാർക്കാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെ അവിടെ ഏജ് ലിമിറ്റ്സ് ഉണ്ട്, സ്പ്ലിറ്റ് ഉണ്ട്. അതൊന്ന് നോക്കിക്കേ. അപ്പർ ഏജ് ലിമിറ്റ് ഫോർ MESQ-ലാണെങ്കിൽ 49 ഇയേഴ്സ്, HSQ ആണെങ്കിൽ 47 ഇയേഴ്സ്, IMSQ ആണെങ്കിൽ 47 ഇയേഴ്സ്. ഇത് ഞാൻ ആപ്ലിക്കേഷൻ ഡെമോ ഫില്ല് ചെയ്യാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇൻ സർവീസുകാരാണെങ്കിൽ ഏത് കോട്ട കൊടുക്കും? സർവീസ് കോട്ട. അവർ ജനറലും അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ സർവീസുകാർക്ക് ജനറൽ പ്ലസ് സർവീസ് കോട്ടയാണ് കൊടുക്കണം. 2000 ആണ് ആപ്ലിക്കേഷൻ ഫീ. അതല്ല, സർവീസ് കോട്ട മാത്രമാണെങ്കിൽ 1000 രൂപ എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നില്ലേ? അതാണ് കേട്ടോ ആ സ്പ്ലിറ്റ്. അപ്പോൾ ഒരു മിനിമം ആയിട്ടൊരു 10 കൊല്ലമെങ്കിലും വർക്ക് ചെയ്തിട്ട് ഉണ്ടാവണം. അടുത്തതായി നമ്മൾ നോക്കുന്നതാണ് NRI കോട്ടയെ പറ്റിയിട്ടാണ് കേട്ടോ. അതിലോട്ടുള്ള അഡ്മിഷൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുൻപ് തന്നെ ഇപ്പം നിങ്ങൾ NRI നിങ്ങൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഈ പാർട്ട് കാണാം. അതേസമയം നിങ്ങൾ NRI നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കാണാവുന്നതാണ്. അപ്പം നമുക്കൊന്ന് NRI കോട്ടയുടെ എലിജിബിലിറ്റി എല്ലാം ഒന്ന് നോക്കിയാലോ. അപ്പോൾ NRIക്ക് ആരാണ് എലിജിബിൾ? യു ആസ് എ കാൻഡിഡേറ്റ്, നിങ്ങൾ NRI ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എലിജിബിൾ ആണ്. അതേസമയം നോക്കിക്കേ, നിങ്ങളുടെ പാരൻസ്, അമ്മയോ അച്ഛനോ, അതല്ല നിങ്ങളുടെ ബ്രദർ, അനിയനോ ചേട്ടനോ അനിയത്തിയോ ചേച്ചിയോ ആരെങ്കിലും ആണ് നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി തയ്യാറായി വരുന്നതെങ്കിലും നിങ്ങളും NRI സീറ്റിന് എലിജിബിൾ ആണ്. അതായത് എന്താണ് പറയുന്നത്? കാൻഡിഡേറ്റ്സ് ഓഫ് ഫസ്റ്റ് കസിൻ ആണ് എലിജിബിൾ ആയിട്ട് വരുന്നത് കേട്ടോ. അവർക്ക് നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ പറ്റും. അതേസമയം ഹസ്ബൻഡ് ഓർ വൈഫ്, നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം കഴിച്ചിപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സ്പോൺസർ ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിൽ എലിജിബിൾ ആണ്. പിന്നെ അതേസമയം നോക്കിയേ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് ഫാദർ ഓർ മദർ, അമ്മയുടെയോ അച്ഛൻ്റെയോ സഹോദരനോ സഹോദരിയോ നിങ്ങളെ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞാലും നിങ്ങൾ NRI കോട്ടയ്ക്ക് എലിജിബിൾ ആണ്. അതേസമയം ഒന്ന് നോക്കിക്കേ, പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഗ്രാൻഡ് പാരൻസ്. നമ്മുടെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ ക്രൈറ്റീരിയ പോലെയല്ല ഇവിടെ ഗ്രാൻഡ് പാരൻസിന് സ്പോൺസർ ചെയ്യാനായി പറ്റില്ല. പിന്നെ അടുത്ത് നോക്കിക്കേ, ഹാഫ് ബ്രദർ, ഹാഫ് സിസ്റ്റർ, അഡോപ്റ്റഡ് ഫാദർ, അഡോപ്റ്റഡ് മദർ, ഇവർക്കെല്ലാം നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ പറ്റും. അതേസമയം ഗ്രാൻഡ് പാരൻസിൻ്റെ സിബ്ലിങ്സിൻ്റെ സൺസിന് എന്ത് ചെയ്യാൻ പറ്റും? സൺസിനോ ഡോട്ടറിനോ നിങ്ങൾ തീർച്ചയായിട്ടും സ്പോൺസർ ചെയ്യാനായി പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മളെ കോൾ ബാക്ക് ചെയ്യുക. സൈനോട് നിങ്ങളുടെ ഒപ്പം എപ്പോഴും ഉണ്ട്. ഇതിൽ എന്തെങ്കിലും പറഞ്ഞതിൽ നിങ്ങൾക്ക് NRI കോട്ടയുടെ എലിജിബിലിറ്റിയുടെ അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ സൈനോഡ് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ കോൾ സപ്പോർട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഇമെയിലുണ്ട്, ഞങ്ങൾക്ക് ടെലിഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. എല്ലാത്തിലും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ അതേസമയം ഒന്ന് നോക്കിക്കേ, ഡോക്യുമെൻറ്റ്സ് ടു ബി അപ്ലോഡഡ് നോക്കുക കേട്ടോ. സ്റ്റാമ്പ്ഡ് പാസ്പോർട്ട് കോപ്പി ആൻഡ് വിസ, അതായത് വിസയുടേതും ഇത് പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം. അത് പാസ്പോർട്ട് എന്ന് പറയുന്നത് സ്റ്റാമ്പ്ഡ് ആണ്. എന്നിട്ട് അതെന്ത് ചെയ്യുക? എംബസിയിൽ നിന്നും അറ്റസ്റ്റ് ചെയ്ത് മേടിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ OCA കാർഡൊക്കെ ഉണ്ടല്ലോ, OCA ഡോക്യുമെൻ്റ് ഓഫ് സ്പോൺസറിൽ വെരി ഇമ്പോർട്ടൻറ്റ്. അവർ ചെയ്യുന്ന ജോലി എന്താണെന്ന് കറക്റ്റായിട്ട് രേഖപ്പെടുത്തണം. അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, സ്പോൺസറിൻ്റെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് അതും എംബസിയിൽ നിന്നും അറ്റസ്റ്റ് ചെയ്തത് ഉറപ്പായിട്ടും വേണം. അതേസമയം നോക്കിക്കേ, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് നമ്മുടെ റവന്യൂ അതോറിറ്റിയിൽ നിന്നാണ് നമുക്ക് കൈപ്പറ്റാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ സ്പോൺസറും നിങ്ങളും തമ്മിലുള്ള ബന്ധം. ഇപ്പം നിങ്ങളുടെ അച്ഛനാണ് സ്പോൺസറെങ്കിൽ ഇത് എൻ്റെ ഫാദറാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് ഈ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്. അതും വേണം. പിന്നെ അതേസമയം നോക്കിക്കേ, അഫിഡിക്റ്റ് 200 റുപ്പീസ് സ്റ്റാമ്പ് പേപ്പർ, അതായത് 200 രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതിയിരിക്കണം. ഇപ്പം സപ്പോസ് നമ്മൾ സ്പോൺസർ ചെയ്യുന്ന ആൾ ഇവിടെ കേരളത്തിലില്ല, അവർ വിദേശത്താണെങ്കിൽ എന്ത് ചെയ്യുക? അവിടുത്തെ ഉള്ള നോട്ടറി ആളുടെ നിന്ന് നോട്ടറൈസ് ചെയ്താലും മതിയാവും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ആ ഒരു ഇതിൽ കേട്ടോ, ആ മുദ്രപത്രത്തിൽ കറക്റ്റ് എഴുതിയിരിക്കണം.
എന്താണ് നിങ്ങളെ ഇങ്ങനെ സ്പോൺസർ ചെയ്യുന്നുണ്ട്, ആ എല്ലാ വിവരവും അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നോക്കിക്കേ, ഡോക്യുമെൻറ്റ് ടു പ്രൂവ് സ്പോൺസർ, നമ്മൾ സ്പോൺസർ ചെയ്യുന്ന ആളെ ഇന്ത്യൻ സിറ്റിസൺ ആണ്, OCA അങ്ങനെയുള്ളത് എല്ലാം തെളിയിക്കുന്ന റിലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും വേണം. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, നമ്മളെ സ്പോൺസർ ചെയ്യുന്ന ആളുടെ വിസ എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിഷൻ പൂർണ്ണമാകുന്ന, അഡ്മിഷൻ തീരുന്ന അന്ന് വരെ വാലിഡ് ആയിട്ടുള്ളത് ആയിരിക്കണം. ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ തന്നെ ഒരു അഫിഡവിറ്റ് ഫ്രം ദ സ്പോൺസറിൽ നിന്നും ഒരു അഫിഡവിറ്റ് എന്ത് ചെയ്യുക, അത് സബ്മിറ്റ് ചെയ്യണം. അതിൽ രേഖാമൂലം, കാരണം എല്ലാ ഇതും നിങ്ങളുടെ സ്പോൺസറാണ്, നിങ്ങൾ ചിലവുകളെല്ലാം വഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എഴുതുകയും വേണം. പിന്നെ അതിൽ ഈ അഫിഡവിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതാനുള്ളത് അഷ്വറിങ് ദാറ്റ് റിന്യൂഡ്, അതായത് പുതുക്കിയ വിസ ഈ അലോട്ട്മെൻറ്റിന് മുൻപ് തന്നെ ഹാജരാക്കും എന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ട് ഉണ്ടാവണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ NRI ഫീ ക്യാൻ ബി പെയ്ഡ് ഫ്രം NRI അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിൽ നിന്ന് പേ ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ്. നമ്മൾ ഡെമോ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാലും നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വെബ്സൈറ്റ് ഏതാണ്? ckerala.gov.in ആണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രോസസ്സ്? രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ നേരത്തെ എല്ലാം ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. അപ്പോൾ രജിസ്ട്രേഷൻ സമയത്ത് എന്ത് ചെയ്യുക, ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഞാൻ പറഞ്ഞു വാലിഡ് ആയിട്ടുള്ളത് തന്നെ കൊടുക്കണം. കാരണം എന്താണ്, OTP എല്ലാം വരുന്നത് ഇതിലാണ്. പിന്നെ അപ്പോൾ നമ്മൾ സേവ് ആപ്ലിക്കേഷൻ നമ്പർ അല്ലേ, ഞാൻ പറഞ്ഞു നേരത്തെ ആപ്ലിക്കേഷൻ നമ്പർ വന്നപ്പോൾ അത് സേവ് ചെയ്ത് വെച്ചേക്കണം. കാരണം എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് നിങ്ങൾ CKERLയെ വിളിക്കുമ്പോഴും അവരാദ്യം ചോദിക്കുന്നത് എന്താണ്, ഈ ആപ്ലിക്കേഷൻ നമ്പറാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പേയ്മെൻറ്റ് ഓഫ് ദ ഫീസ് ഓൺലൈൻ, അതെങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തില്ല അല്ലേ, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് റെസിപ്റ്റ് അത് അടച്ചിട്ടുണ്ടല്ലേ, ആ ഗൂഗിൾ പേ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത്ര രൂപ അടച്ചു എന്നുള്ള ആ പേയ്മെൻറ്റിൻ്റെ സ്ലിപ്പ് അത് സൂക്ഷിച്ച് വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ്, എൻ്റെ ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, അക്കാഡമിക് അതെല്ലാം നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, റിസർവേഷൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞായിരുന്നു. പിന്നെ എന്താണ്, ഓൺലൈൻ ഫോം ഫില്ല് ചെയ്തു. പിന്നെ നമ്മൾ അപ്ലോഡിങ് ഓഫ് ദി സിഗ്നേച്ചർ, ഞാൻ പറഞ്ഞു അവർ കറക്റ്റ് ഇത്ര KBക്കാണ് ഫോട്ടോ സിഗ്നേച്ചർ എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അത് തന്നെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻഡ് റിക്വയർഡ് സർട്ടിഫിക്കറ്റ്, ആവശ്യമായ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ എന്താണ്, PDF-ൻ്റെ രൂപത്തിലാണ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നോട്ട് എക്സീഡിങ് 500 KB, 500 KBക്ക് മുകളിൽ ആവാൻ പാടില്ല. പിന്നെ നോക്കിക്കേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഇൻ സർവീസ് കാൻഡിഡേറ്റ്സിന് മാത്രം ഉള്ളതാണ്. അപ്പോൾ ഇൻ സർവീസ് കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ഔട്ട്, ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് എലോങ് വിത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കേണ്ടതായി വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കിയാലോ. ഫസ്റ്റ്, ഡിക്ലറേഷൻ ഹാസ് നോട്ട് അണ്ടർഗോൺ PG ഡിഗ്രി ഓർ കോഴ്സ് ഇൻ ഒറിജിനലി കാണിക്കാം. PG ഡിഗ്രിയോ കോഴ്സും മറ്റൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയിക്കുന്ന ഒരു ഡിക്ലറേഷൻ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സർവീസ് ഡീറ്റെയിൽസ്, സർവീസിൻ്റെ എല്ലാ ഡീറ്റെയിൽസ്, അക്കൗണ്ട് ജനറൽ എല്ലാം ഒറിജിനലി അതും വേണം. പിന്നെ ഡീറ്റെയിൽസ് ഓഫ് സർവീസ് ഫ്രം HOD, സർവീസ് ഇത്ര കാലയളവിൽ എത്ര നാൾ വർക്ക് ചെയ്തു, എവിടെയായിരുന്നു എന്നെല്ലാം ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഒറിജിനലി വിത്ത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്നതും കൂടെ ആണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കാനായി വരുന്നത്. പിന്നെ അതേസമയം അതർ കാൻഡിഡേറ്റ്സ് നോട്ട് ഇൻ സർവീസ്, നിങ്ങൾ ഇൻ സർവീസ് കാൻഡിഡേറ്റ്സേ അല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ ഒരു കോപ്പീസും നമ്മൾ CEO ഓഫീസിലോട്ട് പോസ്റ്റിൽ അയച്ചു കൊടുക്കേണ്ടതോ അങ്ങനെ ഒന്നും തന്നെ വരുന്നില്ല. അത് ഓർത്ത് വെച്ചോളണം. വൺസ് അപ്ലൈഡ് ഓൺലൈൻ, വൺസ് നമ്മൾ എന്ത് ചെയ്യുക, ഓൺലൈൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് തന്നെ ധാരാളമാണേ. പിന്നെ നോക്കിക്കേ, ഓൺലൈൻ അപ്ലോഡിങ്, ഇത് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞതാണ്. സ്കാൻ ചെയ്ത ഇമേജ്, സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യണം. നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ JPG ഫോമാറ്റാണ്, എത്ര KB ആണെന്നൊക്കെ പറഞ്ഞല്ലോ, അത് തന്നെയാണ്. അതേപോലെ തന്നെ സ്കാൻ ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായി വരുന്നുണ്ട്.
പിന്നെ ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് ആപ്ലിക്കേഷൻ സമയത്ത് ആവശ്യമായിട്ടുള്ളത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആണ് നോക്കാൻ പോകുന്നത്. ആദ്യം നോക്കിക്കേ, ഇന്ത്യൻ സിറ്റിസൺ ഓഫ് കേരള ഒറിജിൻ ആണ് എന്ന് തെളിയിക്കണമെങ്കിൽ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, കാറ്റഗറി 1 ആണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ ജനിച്ചവരായിരിക്കാം. അതേസമയം നിങ്ങളുടെ പാരൻസ് കേരളത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം കാറ്റഗറി 1 ഉൾപ്പെട്ടിട്ട് സ്റ്റേറ്റ് കേരള കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണ്, അതായത് നിങ്ങളുടെ പാരൻസ് ആണ് ഇവിടെ ജനിച്ചത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, a corroborative certificate ടു ഷോ ദ റിലേഷൻ ബിറ്റ്വീൻ, അതായത് ഒരു കൊറോബറേറ്റീവ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യകതയുണ്ട്. ആ സർട്ടിഫിക്കറ്റിൽ എന്താണ്, നിങ്ങളുടെ പാരൻറ്റും നിങ്ങളും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഷോയിങ് എയ്തർ കാൻഡിഡേറ്റ്സ്, അതായത് കാൻഡിഡേറ്റ്സോ പാരൻറ്റോ ഇവിടെയാണ് ജനിച്ചത് എന്ന് കാണിക്കേണ്ട നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും വേണം. പിന്നെ അടുത്ത നോക്കിയേ, ഫോർ നോൺ കേരളൈറ്റ്സ്. അപ്പം ഞാൻ പറഞ്ഞു കാറ്റഗറി 2 എങ്ങനെയാണ്, നോൺ കേരളൈറ്റ്സ് ആയിരിക്കാം. പക്ഷേ നിങ്ങൾ MBBS എന്താണ്, MBBS നമ്മുടെ ഇവിടെ കേരള മെഡിക്കൽ കോളേജിലാണ് പഠിച്ചതുണ്ടെങ്കിൽ എന്താണ്, കാറ്റഗറി 2 നിങ്ങൾ ഉൾപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് കേരള കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ MBBS പഠിച്ച ആ സർട്ടിഫിക്കറ്റ്, MBBS ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് ആവശ്യം വരുന്നത്. അതാണ് PDF-ൻ്റെ രൂപത്തിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് വരുന്നത്. പിന്നെ അടുത്ത നോക്കിക്കേ, നാഷണാലിറ്റി പ്രൂഫ്. അത് നിങ്ങളുടെ പാസ്പോർട്ടോ വോട്ടേഴ്സ് ID-യോ SSLC സർട്ടിഫിക്കറ്റോ ഒക്കെ ധാരാളമായിട്ട് മതി. ഇതെല്ലാം ഞാൻ പറയുന്നതെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് PDF-ൻ്റെ രൂപത്തിലാണ്. അതേസമയം അഡ്മിഷൻ സമയത്ത് ഇതെല്ലാം ഒറിജിനൽ ഹാജരാക്കേണ്ടതായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നതാണ് ഓൺലി കേരള ഒറിജിൻ, അതായത് ഞാൻ പറഞ്ഞല്ലോ റിസർവേഷൻ ആർക്കാണ്, കേരള കാൻഡിഡേറ്റ്സിന് മാത്രമേ ആ ഒരു ആനുകൂല്യമുള്ളൂ. അപ്പോൾ നോക്കിക്കേ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞു നേരത്തെ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, SC BC SC ST OEC കാൻഡിഡേറ്റ്സ് ഒക്കെ റിസർവേഷനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. SC ST ആണെങ്കിൽ എന്താണ്, തഹസീൽദാർ എന്നും ആയിരിക്കണം. അതേസമയം നമ്മുടെ OBCയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്താണ്, വില്ലേജ് ഓഫീസറിൻ്റെ നിന്ന് മേടിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, എക്കണോമിക്കലി വീക്കർ സെക്ഷനും SC STക്കും ഒക്കെ സെപ്പറേറ്റ് ഫോമാറ്റ്സ് ഉണ്ട്. അത് നമ്മൾ ഡൗൺലോഡ് പെർഫോമ എന്ന് പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഡെമോ വീഡിയോയുടെ ആപ്ലിക്കേഷൻ ഇട്ട് തന്നപ്പോൾ കാണിച്ചു തന്നില്ലേ എവിടെയുണ്ട് പെർഫോമാന്ന്. അപ്പോൾ ആ പെർഫോമ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് വേണം, അതിലാണ് സൈനും സീലും ഒക്കെ മേടിച്ച് കറക്റ്റ് അതോറിറ്റിയിൽ പോയിട്ട് ചെയ്യണം. അപ്പോൾ കാരണം എക്കണോമിക്കലി വീക്കർ സെഷനും SC STക്കും ഒക്കെ ഒരു പെർഫോമൻസ് ഉണ്ട്, അതേ രൂപത്തിൽ തന്നെ ചെയ്യണം. അതുപോലെ തന്നെയാണ് എക്സ് സർവീസ് മെന്നൊക്കെ ആണെങ്കിലും അതേപോലത്തെ പെർഫോമൻസ് ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇനി വരുന്ന ഇതിൽ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നോക്കിക്കേ, ഇൻ്റർകാസ്റ്റ് മാരേജ് ആണ്, നിങ്ങൾ ഇപ്പോൾ പാരൻസ് ഇൻ്റർകാസ്റ്റ് മാരേജ് ആണെങ്കിലും എങ്ങനെയാണ്, അതിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതും ഏത് അതോറിറ്റിയിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് അതോറിറ്റിയിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടതായി വരുന്നുണ്ട്. അടുത്ത നോക്കിക്കേ, സർട്ടിഫിക്കറ്റ് ഫ്രം ജില്ലാ സൈനിക് വെൽഫെയർ അസോസിയേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ എക്സ് സർവീസ് മെൻ കാൻഡിഡേറ്റ്സ് ആണ്. അതേസമയം ഡിപ്പെൻഡൻ്റ് ഓഫ് ജവാൻ കിൽഡ് ഇൻ ആക്ഷൻ, ഡിപ്പെൻഡൻ്റ് ഓഫ് എക്സ് സർവീസ് മെൻ. അപ്പോൾ ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു സീറ്റൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ആ സീറ്റൊക്കെ ഉണ്ട് നിങ്ങൾക്ക് നേടണമെങ്കിൽ എന്താണ്, ഇതെല്ലാം പ്രൂഫ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. അപ്പോൾ ഇതിനെല്ലാം പെർഫോമയുണ്ട്, അത് നമ്മൾ ആ ഡൗൺലോഡ് പെർഫോമെന്ന് എടുത്ത് വയ്ക്കണം കേട്ടോ. എന്നിട്ട് വേണം അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ഏതാണ്, ഇപ്പം മിലിറ്ററി ഓഫീസിൽ എക്സ് സർവീസിൻ്റെ ആണെങ്കിൽ മിലിറ്ററി ഓഫീസിൽ പോയിട്ട് കറക്റ്റ് അവരെ കൊണ്ട് കാണിച്ച് സൈനും സീലും മേടിക്കണം. ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ സൈനിക് ഓഫീസ്. അപ്പോൾ ഏതാണോ കറക്റ്റ് അതോറിറ്റി അവിടെ തന്നെ പോയിട്ട് നിങ്ങൾ അത് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇതിനെല്ലാം കറക്റ്റ് പെർഫോമയുണ്ട്, ആ പെർഫോമ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഫോർ PWD കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ PWD കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ട സമയത്ത് PWD സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇതിന് ശ്രദ്ധിക്കാനുള്ള നമ്മൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക. MCC ഡിഫൈൻ ചെയ്തിരിക്കുന്ന 16 അതോറിറ്റീസ് ഉണ്ട്.
അവരിൽ നിന്നാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടതായി വരുന്നത്. പിന്നെ അതിനുശേഷം സ്റ്റേറ്റ് ബോർഡിൽ പോവുക. സ്റ്റേറ്റ് ബോർഡിൽ അവരെന്തിൻ്റെ ബേസിസിലാണ്, നിങ്ങളുടെ സ്യൂട്ടബിലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സിൻ്റെ ബേസിസിലാണ് അവർ സർട്ടിഫിക്കറ്റ് തരുന്നത്. അതിൽ എന്താണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ അവർ നോക്കും, ഇപ്പം നിങ്ങൾ ഈ ഒരു ബ്രാഞ്ച് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോബ് വർക്ക്, നിങ്ങളുടെ ഡിസബിലിറ്റിയും തമ്മിൽ എങ്ങനെയാണ് ചെയ്യാനായി പറ്റുമോ, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പറ്റുമോ എന്നെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ട്, അതാണ് ഞാൻ പറഞ്ഞത് സ്യൂറ്റബിലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ് ടു സ്റ്റഡി എ പെർട്ടിക്കുലർ കോഴ്സ് എന്ന് കേരള സ്റ്റേറ്റ് ബോർഡ് നോക്കും. എന്നിട്ടാണ് അവർ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത്. അതിൽ ശ്രദ്ധിക്കാനുള്ളത്, കഴിഞ്ഞ വർഷം വരെ പേഴ്സൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു, ഡിസബിലിറ്റിക്ക് ഇത്ര പെർസെൻറ്റേജ് അങ്ങനെ നോക്കിയിട്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം തൊട്ട് അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സൈനോഡ് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നൽകി നിങ്ങളെ സഹായിക്കുന്നതാണ്. പിന്നെ അടുത്ത നോക്കിക്കേ, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്. അപ്പോൾ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞു എവിടെ നിന്നാണ്, റവന്യൂ അതോറിറ്റിയിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ, അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് സീറ്റിനുള്ള ആനുകൂല്യമുണ്ട്. അപ്പോൾ അത് കരസ്ഥമാക്കണമെങ്കിൽ എന്താണ്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതിന് നമുക്ക് റവന്യൂ അതോറിറ്റിയിൽ നിന്ന് സ്വീകരിക്കാവുന്നതാണ്. പിന്നെ അടുത്ത നോക്കിക്കേ, ഇത് ഞാൻ നേരത്തെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന നമ്മുടെ ഡെമോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ദർ ഇസ് ഫീ കൺസെഷൻ ഫോർ ദി ചിൽഡ്രൻ ഓഫ് ഫിഷർമെൻ, അല്ലെങ്കിൽ ശ്രീചിത്ര ഹോമിൽ, നിർഭയ ഹോമിലൊക്കെ ഉള്ള കാൻഡിഡേറ്റ്സിന് ഫീയിൽ ആനുകൂല്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം കറക്റ്റ് ഏതാണോ അതോറിറ്റി അവരിൽ നിന്നും സ്വീകരിക്കേണ്ടതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ്, ഇന്ത്യൻ പാസ്പോർട്ട്, നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് ഒക്കെ ധാരാളമാണ്. പിന്നെ നോക്കിക്കേ, പ്രിൻ്റ് ഔട്ട് ഓഫ് ദ ഫസ്റ്റ് പേജ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ നേരത്തെ ഡെമോ ഫില്ല് ചെയ്യാൻ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ആപ്ലിക്കേഷൻ അക്നോളജ്മെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞില്ലേ, കണ്ടില്ലേ? അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ നേരം അവർ ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ കാണിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ ഞാൻ ഒരു കാര്യം വിട്ടുപോയി, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇൻ സർവീസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പ്രിൻ്റ് ഔട്ട് ഓഫ് ആപ്ലിക്കേഷൻ ഫോം വിത്ത് അഡീഷണൽ ഡോക്യുമെൻറ്റ്, അത് ഇൻ സർവീസ് കാൻഡിഡേറ്റ്സിനാണ്. അതെന്ത് ചെയ്യുക, അവർ HOD ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിന് സെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നിങ്ങൾ ഇൻ സർവീസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അത് മറക്കരുത് കേട്ടോ. പ്രീവിയസ് സ്ലൈഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് HOD സെൻഡ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേസമയം പ്രിൻ്റ് ഔട്ട് ഓഫ് ദ ഫസ്റ്റ് പേജ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ഔട്ട് ചെയ്യണം. അതിൻ്റെ ഒറിജിനലൊക്കെ കരുതി വയ്ക്കുക, നമുക്ക് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതായി വരുന്നുണ്ട്. അതുപോലെ തന്നെ MBBS ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫഷണൽ പാസ് സർട്ടിഫിക്കറ്റും വേണം. അതെല്ലാം ഒറിജിനൽ നമ്മൾ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ വേണം. അപ്പോൾ അതൊക്കെ ഞാൻ പറയട്ടെ. CRRI അതെന്താണ്, കംപ്ലീഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്, ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ്. അതെന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രം ദ പ്രിൻസിപ്പൾ, നിങ്ങളുടെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. ഓൺ കംപ്ലീഷൻ ബിഫോർ 31 ജൂലൈ 2025. പിന്നെ നീറ്റ് PG അഡ്മിറ്റ് കാർഡ്, നീറ്റ് PG സ്കോർ കാർഡ്, അതിൻ്റെ ഒക്കെ പ്രിൻ്റ് ഔട്ടാണ്. പിന്നെ പെർമനൻറ്റ് മെഡിക്കൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ കേരളത്തിലാണെങ്കിൽ എന്താണ് TCMC സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതാണ് നമ്മുടെ പെർമനൻറ്റ് രജിസ്ട്രേഷൻ. അതല്ല നിങ്ങളുടെ കയ്യിലുള്ള ഏതാണെന്ന് വെച്ചാൽ കണ്ടോ, എനി സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ, അതായത് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ. അതേസമയം നിങ്ങൾക്ക് പ്രൊഫഷണൽ രജിസ്ട്രേഷൻ്റെതാണെന്നുണ്ടെങ്കിൽ അത്. പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞു നമുക്ക് 1 മാസം എടുക്കും പെർമനൻറ്റ് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട്. അതുകൊണ്ട് അതെല്ലാം കറക്റ്റായിട്ട് നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ എന്ത് ചെയ്യുക, അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഫ്രം MBBS, നിങ്ങൾ എവിടെയാണോ MBBS പഠിച്ചത് അവിടെ നിന്ന് നിങ്ങൾക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കിട്ടും. ഒരു പക്ഷേ അത് ഇച്ചിരി ഡിലേ ആവുന്നു, അതായത് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ടാണെങ്കിലും മറ്റ് കോളേജസ് നോക്കുമ്പോൾ അത് വലിയ ഇഷ്യൂ ആയിട്ട് വരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. അതെല്ലാം ഇപ്പോഴേ തന്നെ നിങ്ങൾ എല്ലാം കൈപ്പറ്റിക്കൊള്ളണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും എന്താണ്, ഒറിജിനലും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് കുഹാസിലല്ല
നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ സപ്പോസ് ഒരു ഡീംഡ് മെഡിക്കൽ കോളേജ് അമൃതയിലാണ് പഠിച്ചതെന്ന് വെച്ചോ. അപ്പോൾ എന്ത് വേണം? എലിജിബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക? അഡ്മിഷൻ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടതായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുഹാസിലല്ല എന്നുണ്ടെങ്കിൽ, കുഹാസിൻ്റെ വെബ്സൈറ്റിൽ വേണം ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ MBBS അമൃതയിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ എലിജിബിലിറ്റി, എൻ്റെ അഡ്മിഷൻ സമയത്ത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തത് കുഹാസിൽ പോയിട്ട് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമായിരുന്നേ. പിന്നെ അടുത്ത നോക്കിക്കേ, ഡൗൺലോഡ് ദ അലോട്ട്മെൻറ്റ് മെമ്മോ. വെരി ഇമ്പോർട്ടൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ. അതായത് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ ഒരു മെമ്മോ വരുമല്ലോ, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിൻ്റെ പ്രിൻറ്റഡ് കോപ്പി എന്ത് ചെയ്യുക? അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതായി വരുന്നുണ്ട്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ്, റിലീവിംഗ് ലെറ്റർ ടു ബി പ്രൊവൈഡഡ് ബൈ സർവീസ് കാൻഡിഡേറ്റ്സ്. അപ്പോൾ സർവീസ് കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ റിലീവിംഗ് ലെറ്ററും പ്രൊഡ്യൂസ് ചെയ്യണം. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബോണ്ട് നീഡ് ടു ബി സബ്മിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ വിത്ത് സിഗ്നേച്ചർ. അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മുദ്രപത്രം. അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടുന്നത് അവിടെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിളിച്ച് നോക്കുക. അപ്പോൾ എൻ്റെ അഡ്മിഷൻ സമയത്ത് ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ കോളേജിൻ്റെ, അതായത് എൻ്റെ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായല്ലോ ഈ കോളേജിലാണ് അഡ്മിഷൻ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടുത്തെ നോഡൽ ഓഫീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു 200 രൂപയുടെ ഇത്ര മുദ്രപത്രം ത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് മാറ്റർ അവർ തന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ അത് കരുതി ഞാൻ എന്ത് ചെയ്തു? 200 രൂപയുടെ മുദ്രപത്രം അവർ പറഞ്ഞ രീതിയിൽ മേടിച്ചിട്ട് പോയി. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓരോ കോളേജിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കോളേജ് ഏതാണോ ഡയറക്റ്റായിട്ട് കോളേജിനെ വിളിക്കുക. അപ്പോൾ അവർ പറഞ്ഞു തരും എത്ര മുദ്രപത്രമാണ് ആവശ്യം, എത്ര രൂപയുടെ മുദ്രപത്രമാണ്, അതെല്ലാം ശ്രദ്ധിച്ചോളണം കേട്ടോ. അടുത്ത നമ്മൾ നോക്കുന്നതാണ് ഫീസ് ആൻഡ് പെനാലിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, ജനറൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻ സർവീസ് അല്ല എന്നുണ്ടെങ്കിൽ 1000 രൂപയാണ്. അതേസമയം SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ ആപ്ലിക്കേഷൻ ഫോം അടച്ചാൽ മതി. പിന്നെ നേരത്തെ പറഞ്ഞു സർവീസ് കോട്ടയാണെങ്കിലും 1000 രൂപയാണ്. അതേസമയം സർവീസുകാർ ജനറൽ സീറ്റും കൂടെ നോക്കുന്നുണ്ട്. അതായത് ജനറൽ പ്ലസ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 2000 രൂപയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്താണ് നേരത്തെ വീഡിയോ കണ്ടതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ആയിരുന്നു. പിന്നെ അടുത്ത നോക്കിക്കേ, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ബിഫോർ റൗണ്ട് 1 ഓപ്ഷൻ രജിസ്ട്രേഷൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. അതും എന്താണ് എമൗണ്ട് വന്നിട്ട് ജനറൽ കാൻഡിഡേറ്റ്സിന് 10,000 രൂപയാണ് കേട്ടോ. ജനറൽ കാൻഡിഡേറ്റ്സിന് 10,000 ആണ്. അതേസമയം നിങ്ങൾ SC/ST അങ്ങനത്തെ ആനുകൂല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5,000 രൂപ. അത് ശ്രദ്ധിച്ചോളണം. നമുക്കിത് വരുമ്പോൾ നോക്കാം. റിസർവേഷന് കുറവാണ്, അല്ലാത്ത കാൻഡിഡേറ്റ്സിന് ജനറലിനൊക്കെ 10,000 ആണേ. പിന്നെ റിമാർക്സിൽ നമ്മൾ പറയുന്നത് എന്താണ്? അഡ്ജസ്റ്റഡ് ടു ട്യൂഷൻ ഫീ ഇഫ് കാൻഡിഡേറ്റ്സ് ജോയിൻ. അതായത് ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കിക്കേ, ഗവൺമെൻറ്റിൻ്റെ ഒരു ട്യൂഷൻ ഫീ ഒരു 57,890 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി ഒരു 10,000 രൂപ ഈ കൗൺസിലിങ്ങിന് പങ്കെടുക്കുമ്പം ഒരു കോഷൻ ഡെപ്പോസിറ്റായിട്ട് നമ്മൾ 10,000 കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഈ 10,000 കൊടുക്കുന്നത് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് നമ്മളൊരു 10,000 രൂപ കൊടുക്കുമെന്ന് പറയില്ലേ. ഇപ്പോൾ നമ്മുടെ ഫീസ് വന്നിട്ട് 57,000 ആണെങ്കിൽ നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഒരു 57 ഒരു 10,000 കുറച്ചിട്ട് ഒരു 47,000 നിങ്ങൾ കൊടുക്കാം, അങ്ങനെ പറ്റും. പിന്നെ ഇത് പോരാഞ്ഞ് തന്നെ നോക്കിക്കേ, 23,160 രൂപയാണ് ഇത് യൂണിവേഴ്സിറ്റി ഫീസ് ഇൻക്ലൂഡ് ചെയ്യും. ഡിഗ്രി എക്സ്ക്ലൂഡിങ് ദ യൂണിവേഴ്സിറ്റി ഫീസ്, അതായത് യൂണിവേഴ്സിറ്റി ഫീസ് ഒഴികെ അത് കൂട്ടാതെ, അതായത് ഈ 57,000 ചില്ലറ കൂട്ടാതെ 23,160 വരും. അതെന്ന് പറയുന്നത് കോഷൻ ഡെപ്പോസിറ്റായിട്ടേ കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പം 10,000 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുത്താൽ നിങ്ങളുടെ ട്യൂഷൻ ഫീ ഒരു 57,000 ആയിരിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ ആ 10,000 രൂപ കുറച്ചൊരു 47,000 റേഞ്ച് കൊടുത്താൽ മതി എന്നാണ് ഇവർ സിമ്പിളായിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ ഒന്ന് നോക്കിക്കേ, ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം,
രജിസ്ട്രേഷൻ ഫീ ഫോർ റൗണ്ട് 3 പാർട്ടിസിപ്പേഷൻ്റെ രജിസ്ട്രേഷൻ ഫീയുടെ കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ എമൗണ്ട് വന്നിട്ട് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ ട്യൂഷൻ ഫീ ഫോർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞല്ലോ 57,890 പിന്നെ ഈ ഫീസ് അല്ലാതെ തന്നെ ഒരു 23,160 അവർ നമ്മുടെ കോഷൻ ഡെപ്പോസിറ്റ് ഉൾപ്പെടുന്നതാണ്. അത് മാത്രമല്ല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ 1,00,000. അപ്പോൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1,00,000 എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു 10,000 കൊടുത്തില്ലേ, അപ്പോൾ അതിൽ കുറച്ചിട്ടൊരു 90,000 അടച്ചാലും മതിയാവും. പിന്നെ നോക്കിക്കേ, വെരി ഇമ്പോർട്ടൻറ്റ്, രജിസ്ട്രേഷൻ ഫീ ഫോർ റൗണ്ട് 3 പാർട്ടിസിപ്പേഷനിൽ won't be refunded if candidate does not join allotted seat. അപ്പോൾ അലോട്ട് ചെയ്ത നിങ്ങളുടെ സീറ്റ് നിങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മൾ കൊടുത്ത ആ കോഷൻ ഡെപ്പോസിറ്റിൻ്റെ പൈസ ഉണ്ടല്ലോ അത് പോവും. പിന്നെ അഡ്ജസ്റ്റഡ് ഇൻ ദ കോഴ്സ് ഇഫ് ദ കാൻഡിഡേറ്റ്സ് ജോയിൻഡ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ ആ ഒരു 10,000 രൂപയില്ലേ, ആ 10,000 രൂപ കുറച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നോക്കിക്കേ, ട്യൂഷൻ ഫീസ് ഫോർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോക്കൂ 57,890 രൂപയാണ്. ദ ഡിഗ്രി എക്സ്ക്ലൂഡിങ് യൂണിവേഴ്സിറ്റി ഫീസ്, യൂണിവേഴ്സിറ്റി ഫീസ് ഉൾപ്പെടാതെ, അതായത് നമ്മുടെ കോഷൻ ഡെപ്പോസിറ്റ് ഒക്കെ ഉൾപ്പെട്ടിട്ടാണ് 23,160 ആകുന്നത്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് RCC ട്രിവാൻഡ്രമിലെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ, അവിടെ വന്നിട്ട് ഫീസ് 3 ലക്ഷം രൂപയാണ്. അവിടുത്തെ സ്റ്റൈഫൻഡിന് മാറ്റമുണ്ട്. പിന്നെ നോക്കിക്കേ, എന്ത് സംഭവിക്കും? ട്യൂഷൻ ഫീസിനെ പറ്റി ശ്രദ്ധിച്ചോളൂ. ടു ബി പെയ്ഡ് അറ്റ് ദ അലോട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണോ അലോട്ട് ചെയ്ത് കിട്ടിയത് അവിടെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാനായി വരുന്നത്. പിന്നെ ഇഫ് അപ്ഗ്രേഡഡ് ആൻഡ് ജോയിൻറ്റ് ട്യൂഷൻ ഫീ ഓൾറെഡി പെയ്ഡ് വിൽ ബി അഡ്ജസ്റ്റഡ് ആൻഡ് ബാലൻസ് ഫീ ഇഫ് എനി ടു ബി പെയ്ഡ് ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് ഇപ്പം നിങ്ങളിപ്പം ആദ്യം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് കിട്ടി, അവിടെ നിങ്ങൾ ഫീസ് പേ ചെയ്തു. അപ്പോൾ ആ ഫീസിനേക്കാളും കൂടുതലാണ് അടുത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിൻ്റെ ബാലൻസ്, ബാക്കിയുള്ള പൈസ മാത്രം ഈ രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടച്ചാൽ മതി. അതേസമയം ഈ രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരത്തെ അടച്ചതിനേക്കാളും പൈസ കുറവാണെങ്കിൽ എന്താണ്? ബാലൻസ്, ബാക്കി കിട്ടാനുള്ളത് പിന്നെ നിങ്ങൾക്ക് അത് ക്രെഡിറ്റായി വന്നോളും. പിന്നെ നമ്മൾ നോക്കുന്നതാണ് ട്യൂഷൻ ഫീ ഫോർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫീസ് ഒന്ന് നമുക്ക് നോക്കിയാലോ. ക്ലിനിക്കൽ സീറ്റുകൾക്കൊക്കെ ആണെങ്കിൽ 17,49,000 തൊട്ട് 18,49,000 റേഞ്ചാണ് കേട്ടോ. അതാണ് നമ്മുടെ 2024 ഡേറ്റ വെച്ചിട്ട്. പിന്നെ നോൺ ക്ലിനിക്കൽ സീറ്റുകൾക്കാണെങ്കിൽ 10,61,000 തൊട്ട് 11,23,000 റേഞ്ചാണ്. ഇതും 2024 ഇത് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതേസമയം NRI കോട്ടയാണ് നിങ്ങൾ നോക്കുന്നതുണ്ടെങ്കിൽ 38,86,000 ആണ്. ഇതും 2024 ഡേറ്റ വെച്ചിട്ടാണ്. പിന്നെ നോക്കിക്കേ, ഇതും എന്താണ്? ടു ബി പെയ്ഡ് അറ്റ് ദ അലോട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് അവിടെയാണ് പേയ്മെൻറ്റ് ചെയ്യാനായി വരുന്നത്. പിന്നെ നോക്കിക്കേ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പെനാൽറ്റീനെ പറ്റിയിട്ടാണ്. നമുക്ക് സീറ്റ് കിട്ടിയിട്ടല്ലേ, നോക്കിക്കേ, റിസൈനിങ് ഇനിഷ്യൽ സ്ട്രേ വേക്കൻസി, ഇപ്പം സ്ട്രേ വേക്കൻസിയിൽ സീറ്റ് കിട്ടി, പക്ഷേ നിങ്ങൾ സീറ്റ് എടുത്തില്ല എന്നൊക്കെ വരികയാണെങ്കിൽ എന്താണ്? അഡീഷണൽ സ്ട്രേ വേക്കൻസിയിലും സീറ്റ് ജോയിൻ ചെയ്തു പിന്നെ എടുത്തില്ല എന്നൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, ആപ്ലിക്കേഷൻ ഡെമോ വീഡിയോയിൽ കുറച്ച് റൂൾസിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? അപ്പം ആ സ്ട്രേ വേക്കൻസിയിലൊക്കെ ജോയിൻ ചെയ്തിട്ട് എടുക്കാതെയൊക്കെ ഇരുന്നാൽ എന്ത് പറ്റും? അവിടെ എമൗണ്ട് പെനാൽറ്റി വരും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ MD, ഞാൻ പറഞ്ഞല്ലോ MD MS ഇപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്തു, പിന്നെ കുറച്ച് കാൻഡിഡേറ്റ്സ് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ എന്താണ്? നമുക്ക് ബോണ്ട് ഇതിന് പെനാൽറ്റി വരുന്നുണ്ട്. ഈ സീറ്റ് എടുത്തിട്ട് നമ്മൾ ഫർദർ കണ്ടിന്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപയോളമാണ് വരുന്നത്. പിന്നെ ഡീബാർഡ് ഫോർ 2 years ഇഫ് ദ പെനാൽറ്റി ഈസ് നോട്ട് പേ ചെയ്തില്ലെങ്കിൽ ഒരു 2 years പെനാൽറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും സൈനർ സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങളെങ്കിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കുന്നതാണ് സർവീസ് ബോണ്ട് ആൻഡ് പെനാൽറ്റീനെ പറ്റിയിട്ടാണ്. ഇത് മെയിൻലി നോക്കിയാലോ നമുക്കൊന്ന്. സർവീസ് ബോണ്ട് ഫോർ നോൺ ഇൻ സർവീസ് കാൻഡിഡേറ്റ്സ്, ഇൻ സർവീസ് കാൻഡിഡേറ്റ്സ് അല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഉള്ള സർവീസ് ബോണ്ടിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്.
ഇത് നോക്കി, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ MD, MS കോഴ്സസ് നിങ്ങൾ കോഴ്സസ് എടുത്തു, പക്ഷെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴെന്താണ് കണ്ടിന്യൂ ചെയ്യാൻ വയ്യ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? നിങ്ങളുടെ 1 ഇയർ നിങ്ങൾക്ക് അല്ലാതെ തന്നെ 1 ഇയർ ബോണ്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് എന്താണ് ബോണ്ട് 1 ഇയർ ഒന്നും ചെയ്യാൻ വയ്യ എന്നൊക്കെ ഉണ്ടെങ്കിലും ഇൻ ബിറ്റ്വീൻ കോഴ്സ് മതി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താണ് 50 ലക്ഷം രൂപയോളം പെനാൽറ്റി ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മൾ ഈ ബോണ്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുദ്രപത്രത്തിൽ ബോണ്ട് എഴുതുമെന്ന്, അത് സൈൻ ചെയ്യാനും വേണം കേട്ടോ. സൈൻ ചെയ്യാനും 2 in total 2 പേര് വേണം. അത് പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗാർഡിയൻസ് ആയിരിക്കാം. ആ ഷ്യൂരിറ്റീസിൻ്റെ സിഗ്നേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. അതേസമയം അത് ഗസറ്റ് ഓഫീസിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. പിന്നെ നോക്കിക്കേ, സർവീസ് ബോണ്ട് ഫോർ ഇൻ സർവീസ് കാൻഡിഡേറ്റ്സ് നോക്കാം. അതായത് അവർക്ക് വന്നിട്ട് 10 വർഷമാണ് ബോണ്ട് വരുന്നത്. അതിൽ തന്നെ ആദ്യത്തെ 1 തൊട്ട് 2 വർഷം വരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള റൂറൽ ഏരിയയിൽ പോസ്റ്റിംഗ് കിട്ടും എന്ന് വരുന്നുണ്ട്. പിന്നെ അതേസമയം ഇവർക്കും ഷ്യൂരിറ്റീസ് ഉണ്ട്. 2 പേരാണ്. ഒന്നീ പാരൻസ്, രക്ഷിതാക്കൾ, ഗാർഡിയൻസ്, ഹസ്ബൻഡോ വൈഫോ അവരുടെ ഷ്യൂരിറ്റി സിഗ്നേച്ചർ മേടിക്കും. അതോടൊപ്പം തന്നെ അതും ഗസറ്റഡ് ഓഫീസിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്ത് മേടിക്കുന്നതാണ്. പിന്നെ നോക്കിക്കേ, ഡീബാർമെൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Candidates who joined in the stray allotted seat will be ineligible for next year. ഇപ്പോൾ നിങ്ങൾ stray allotmentൽ പങ്കെടുത്തു എന്നിട്ട് ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായി പറ്റുന്നതല്ല. അതാണ് 2024 നോട്ടിഫിക്കേഷൻ പ്രകാരം. പിന്നെ നോക്കിക്കേ, കോഴ്സ് ഡിസ്കണ്ടിന്യൂഷൻ പെനാൽറ്റി. ഇതാണ് ഞാൻ പറഞ്ഞ കോഴ്സ് നിങ്ങൾ പകുതി വഴി വെച്ച് അയ്യോ എനിക്കിനി വേണ്ട നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ പോകാൻ പറ്റത്തില്ല. 50 ലക്ഷമാണ് ബോണ്ട് പെനാൽറ്റി, ഡിസ്കണ്ടിന്യൂഷൻ പെനാൽറ്റി കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റൈഫൻ്റ് ഒക്കെ അവർ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ എല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടായി വരുന്നുണ്ട്. പിന്നെ സാലറി പേ ഡീബാർഡ് അപ് ടു 2 years ഇഫ് നോട്ട് പേ ചെയ്തില്ലെങ്കിൽ 2 കൊല്ലം ഡീബാറും ചെയ്യും. പിന്നെ നമ്മൾ സ്റ്റൈഫനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഇയറിൽ കണ്ടോ 57,876 പിന്നെ ഓരോ വർഷം ഒരു 3% ഒരു ഇൻക്രീസിൻ്റെതാണ്. രണ്ടാമത്തെ കൊല്ലം 58,968, മൂന്നാം കൊല്ലം 60,060 രൂപയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സൈനേർഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോൾ സപ്പോർട്ടുണ്ട്. തീർച്ചയായും ഞങ്ങളെ വിളിക്കാം. അതേസമയം മെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൽ ചെയ്യാം. നമുക്ക് ടെലഗ്രാം, വാട്സപ്പ് ഗ്രൂപ്പ്സ് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഒത്തിരി പേര് പറഞ്ഞു അലോട്ട്മെൻറ്റ് റൂൾസ് എപ്പോഴും സംശയമാണ്, അത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അലോട്ട്മെൻറ്റ്സ് റൂൾസ് ഫുള്ളി കംപ്ലീറ്റ് ഡീറ്റെയിൽ അപ്ഗ്രഡേഷൻ എല്ലാത്തിനെയും പറ്റി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചത് ഞാൻ ഡോക്ടർ അമൃത ഫ്രം സൈനേർഡ്.